വേൾഡ് ആൻഡ് PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ജികെ വേൾഡ് ആൻഡ് PSCയുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടാതെ നിരവധി ചോദ്യോത്തരങ്ങൾ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ അംഗമാകുക. തുടർന്ന് ഞങ്ങളുടെ FB പേജ് ലൈക്ക് ചെയ്യുക. രണ്ടിന്റെയും ലിങ്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ സേവ് ചെയ്തതിന് ശേഷം മാത്രം മെസ്സേജ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. ജികെ വേൾഡ് ആൻഡ് PSCയുടെ ഫ്രീ ഓൺലൈൻ PSC കോച്ചിങ് ക്ലാസ്സുകൾ Unacademy എന്ന ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. അതിന്റെ ലിങ്കും താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ ലഭ്യമാകുന്നതാണ്. സോ ഈ ആഴ്ചത്തെ നമ്മളുടെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ എല്ലാ ദിവസവും ക്വിസ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായിരുന്നു. സോ ഈ ആഴ്ചയിലെ വിന്നർ എന്ന് പറയുന്നത് നിഖിൽ അശോകനാണ്, എറണാകുളത്തെ. കൺഗ്രാറ്റുലേഷൻ മിസ്റ്റർ നിഖിൽ. ഞങ്ങളുടെ വിന്നേഴ്സിനെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നാം പറയാൻ പോകുന്നത് ഫ്രീക്വന്റ് റിപ്പീറ്റഡ് ആയിട്ട് ഫിസിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ ഡിഗ്രി ലെവൽ അതോടൊപ്പം തന്നെ ഹൈസ്കൂൾ ലെവൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ഈ ഒരു ചോദ്യോത്തരങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, which among the following is measured by an odometer? Which among the following is measured by an odometer? ഓഡോമീറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്തിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ പ്രഷർ, സെക്കൻഡ് വൺ ഹൈറ്റ്, തേർഡ് വൺ ഡിസ്റ്റൻസ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് വെലോസിറ്റി. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഡിസ്റ്റൻസ് ആണ് ഓഡോമീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഫെർമി ഇസ് എ യൂണിറ്റ് ഓഫ് വിച്ച് എമംഗ് ദ ഫോളോവിങ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫെർമി ആണ് ചോദിച്ചിരിക്കുന്നത്. ഫെർമി താഴെ തന്നിരിക്കുന്നവയിൽ ഏതിന്റെ യൂണിറ്റ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മാസ് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ലെങ്ത് ആണ്. അപ്പോൾ ലെങ്ത് ആണ് ഫെർമിയുടെ യൂണിറ്റ്. സോ യൂണിറ്റ് ഓഫ് ഫെർമി ഈസ് എ യൂണിറ്റ് ഓഫ് ലെങ്ത്. ലെങ്ത്തിന്റെ യൂണിറ്റ് ഫെർമി ആണ്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് which among the following correctly represent a parsec? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു പാർസെക്കിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ 0.326 ലൈറ്റ് ഇയേഴ്സ് തന്നിട്ടുണ്ട്, 3.261 ലൈറ്റ് ഇയേഴ്സ് തന്നിട്ടുണ്ട്, 32.61 ലൈറ്റ് ഇയേഴ്സ് തന്നിട്ടുണ്ട്, ഒപ്പം 3.026 ലൈറ്റ് ഇയേഴ്സും തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 3.261 ലൈറ്റ് ഇയേഴ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു പാസ് സെക്കൻഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. റേഡിയൻ ഈസ് യൂസ്ഡ് ടു മെഷർ. റേഡിയൻ എന്തിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ഇന്റൻസിറ്റി ഓഫ് ഫ്ലെയിം തന്നിട്ടുണ്ട്, ആംഗിൾ തന്നിട്ടുണ്ട്, സോളിഡ് ആംഗിൾ തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ, ഇന്റൻസിറ്റി ഓഫ് ഫ്ലെയിം, ആംഗിൾ, സോളിഡ് ആംഗിൾ. സോ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിച്ചു നോക്കാം. എനിവേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്ന് നോക്കാം. ശരിയായിട്ടുള്ള ഉത്തരം ആംഗിൾ ആണ് റേഡിയൻ യൂസ് ചെയ്യുന്നത്. റേഡിയൻ ഈസ് യൂസ്ഡ് ടു മെഷർ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റേഡിയൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ന്യൂട്ടൺ ഈസ് യൂസ്ഡ് ടു മെഷർ. ന്യൂട്ടൺ എന്തിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. സ്പീഡ് തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്, ഫോഴ്സ് തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്. സ്പീഡ് ഉണ്ട്, വോളിയം ഉണ്ട്, ഫോഴ്സ് ഉണ്ട്, ഏരിയ ഉണ്ട്. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്
ഫോഴ്സ് ആണ്. ന്യൂട്ടൺ ഈസ് യൂസ്ഡ് ടു മെഷർ ഫോഴ്സ്. ന്യൂട്ടൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫോഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. റേഡിയൻ പെർ സെക്കൻഡ് ഈസ് യൂണിറ്റ് ഓഫ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റേഡിയൻ പെർ സെക്കൻഡ് ഈസ് എ യൂണിറ്റ് ഓഫ്. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. മൊമെന്റം തന്നിട്ടുണ്ട്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഫ്രീക്വൻസി, ആംഗിൾ, വെലോസിറ്റി. മൊമെന്റം, മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഫ്രീക്വൻസി ആൻഡ് ആംഗിൾ, വെലോസിറ്റി. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ആംഗിൾ വെലോസിറ്റി ആണ്. റേഡിയൻ പെർ സെക്കൻഡ് ഈസ് എ യൂണിറ്റ് ഓഫ് ആംഗിൾ വെലോസിറ്റി. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യോത്തരത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് വർക്ക് ആൻഡ് എനർജി. എന്താണ് ചോദിച്ചിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് വർക്ക് ആൻഡ് എനർജിയുടെ യൂണിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ജൂൾ തന്നിട്ടുണ്ട്, കിലോഗ്രാം തന്നിട്ടുണ്ട്, ആംപിയർ തന്നിട്ടുണ്ട്, മീറ്ററും തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ജൂൾ ആണ്. യൂണിറ്റ് ഓഫ് വർക്ക് ആൻഡ് എനർജിയുടെ യൂണിറ്റ് ഏതാണ്? വർക്ക് ആൻഡ് എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണ്. ജൂൾ ഈസ് ദ യൂണിറ്റ് ഓഫ് വർക്ക് ആൻഡ് എനർജി. വർക്ക് ആൻഡ് എനർജിയുടെ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി. വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻസ് 4 തന്നിട്ടുണ്ട്. കൂളോം തന്നിട്ടുണ്ട്, ന്യൂട്ടൺ സെക്കൻഡ് പെർ സ്ക്വയർ മീറ്റർ തന്നിട്ടുണ്ട്, വാട്ട് പെർ മീറ്റർ പെർ ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്, ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ ആണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ ലാസ്റ്റ് ഓപ്ഷൻ. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ന്യൂട്ടൺസ് സെക്കൻഡ് പെർ സ്ക്വയർ മീറ്റർ ആണ്. സോ കൂളം ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് വരുന്നത് ഏതാണ്? ന്യൂട്ടൺ സെക്കൻഡ് പെർ സ്ക്വയർ മീറ്റർ ആണ്. ഓക്കെ, നമുക്കിനി ബാക്കി ഇതിൻ്റെ ഏതായിരിക്കും നോക്കാം. ഫസ്റ്റ് കൂളം തന്നിട്ടുണ്ട്. കൂളോമിൻ്റെ യൂണിറ്റ് വരുന്നത് ഏതാണ്? ഇലക്ട്രിക് ചാർജ് ആണ്. സോ കൂളോമിൻ്റെ വരുന്നത് ഇലക്ട്രിക് ചാർജ് ആണ് കൂളോമിൻ്റെ യൂണിറ്റ് വരുന്നത്. ഇനി തന്നിട്ടുണ്ട് വാട്ട് പെർ മീറ്റർ പെർ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ്. വാട്ട് പെർ മീറ്റർ പെർ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ്. ഇനി അവസാനമായിട്ട് തന്നിരിക്കുന്നത് ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ എന്ന് തന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് ആണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് ആണ് ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് ഇടന്നാലോ. അടുത്ത ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കപ്പാസിറ്റി. ഇലക്ട്രിക് കപ്പാസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ഫസ്റ്റ് 1 ഹെൻറി, ഫാരഡ്, വോൾട്ട് ആൻഡ് ഓം. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഫാരഡ് ആണ്. ശരിയായിട്ടുള്ള ഉത്തരം ഫാരഡ് ആണ്. ഇതിൽ 4 ഓപ്ഷൻ തന്നില്ല. ഫാരഡ് ആണ് ദി യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കപ്പാസിറ്റി. അപ്പോൾ ബാക്കി നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഹെൻറി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ യൂണിറ്റ് ആണ്. ഹെൻറി ഈസ് എ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി നമുക്ക് അടുത്ത് തന്നിട്ടുണ്ട് വോൾട്ട് തന്നിട്ടുണ്ടായിരുന്നല്ലോ. വോൾട്ട് എന്ന് പറയുന്നത് വോൾട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് ആണ് വോൾട്ട് എന്ന് പറയുന്നത്. വോൾട്ട് എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ദെൻ ഓം തന്നിട്ടുണ്ട്. ഓം എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് റെസിസ്റ്റൻസ്. ഇലക്ട്രിക് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഓം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഓരോന്നിൻ്റെ നമ്മൾ പറഞ്ഞു, ഒന്നുകൂടെ ആവർത്തിക്കാം. ഹെൻറി എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ യൂണിറ്റ് ആണ്. ഫാരഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക് കപ്പാസിറ്റിയുടേതാണ്. എന്നിട്ട് വോൾട്ട് എന്ന് തന്നിട്ടുണ്ടായിരുന്നു, യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ആൻഡ് ഓം, ലാസ്റ്റ് വൺ ഓം ഈസ് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് റെസിസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ഫിസിക്സ് MCQs ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഇത് ഷെയർ ചെയ്യുക. അതോടൊപ്പം എന്തെങ്കിലും സജഷൻസോ ക്ലാസ്സിനെ കുറിച്ച് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമെങ്കിൽ മാത്രമേ എനിക്കിത് അറിയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നും ഇതുപോലത്തെ ക്ലാസ്സുകൾ എനിക്ക് വീണ്ടും തുടർന്ന് നിങ്ങൾക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. സോ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എന്നെ എഴുതി അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. ബൈ ആൻഡ് താങ്ക് യു. Hello friends,
GK Well Done PSCയുടെ സൗജന്യ PSC കോച്ചിങ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് GK Well Done PSC എന്ന ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ കുറേ ലിങ്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ലിങ്കിൽ ഫസ്റ്റ് നമ്മൾ Unacademy ആപ്പ് വഴി നൽകുന്ന ക്ലാസ്സുകളുടെ ലിങ്കാണ് തന്നിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പ്, ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ കാണുന്ന ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് മെസ്സേജ് വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം GK Well Done PSC എന്ന ഞങ്ങളുടെ FB പേജിൻ്റെ ലിങ്കും ഈ FB പേജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, FB പേജ് ഓപ്പൺ ചെയ്യും. അവിടെയും നിങ്ങൾക്ക് ഒരുപാട് ചോദ്യോത്തരങ്ങളും PSC സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസും റിസൾട്ട്സും അപ്ഡേഷൻസും ഒക്കെ പെട്ടെന്ന് തന്നെ ലഭ്യമാകുന്നതാണ്. ആ പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭ്യമാകുന്നതാണ്. ഇനി കമ്മിങ് ബാക്ക്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് Unacademy എന്ന ആപ്പ് വഴി നിങ്ങൾക്ക് സൗജന്യ PSC കോച്ചിങ് ക്ലാസ്സുകൾ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ആദ്യം ലിങ്ക് ഓപ്പൺ ചെയ്യുക. ലിങ്ക് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് ബ്രൗസറോ ക്രോമോ ഏത് വഴിയിട്ട് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ക്രോം വഴിയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ അതാണ്ട് ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ടാവുക. ഇതിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എൻറോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എൻറോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ ഗൂഗിൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ നെയിമും ഇമെയിൽ ID-യും അതോടൊപ്പം ഒരു പാസ്വേഡും കൊടുത്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളിതിൽ ലോഗിൻ ആവും. അപ്പോൾ എൻറോൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ലിങ്കിൻ്റെ ക്ലാസ്സാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിവിടെ ഡൗൺലോഡ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് അടിക്കണമെങ്കിൽ നെക്സ്റ്റ് അടിക്കാം. ഓരോ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടതെന്നുള്ള സോഷ്യൽ മീഡിയയുടെ ലിങ്ക് താഴെ കാണാം. അപ്പോൾ അതുവഴി നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം പിന്നെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ എൻ്റെ പ്രൊഫൈൽ കാണാൻ സാധിക്കും. ആ പ്രൊഫൈലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഷ്ന ഷാജി എന്നുള്ള എൻ്റെ പ്രൊഫൈൽ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കോഴ്സുകളൊക്കെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടഡ് ഉള്ളി ഒരുപാട് കോഴ്സുകൾ ഇനിയും വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഫോളോ ബട്ടൺ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ നേരെ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മുൻപ് എൻറോൾ ചെയ്യാൻ നേരത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ ഈ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഫോളോഡ് ആയിക്കോളും. അല്ലെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഗൂഗിളോ ഫേസ്ബുക്കോ വഴി ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഫുൾ നെയിമും ഇമെയിൽ ID-യും ഒരു പാസ്വേഡും കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എന്നെ ഫോളോ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് ഓപ്പൺ ചെയ്യാം. ഏതെങ്കിലും ഒരു കോഴ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ എബൌട്ട് ഒരു കോഴ്സിനകത്ത് 6 to 8, 10, 12 അങ്ങനെ ലെസൺസും ഉണ്ട്. അപ്പോൾ എല്ലാ ലെസൺസും കാണാൻ ശ്രമിക്കുക. ഒരു കോഴ്സിനകത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കണ്ടത് ഡിസ്ട്രിക്ട്സ് ഓഫ് കേരളയിലെ തിരുവനന്തപുരത്തിൻ്റെ പാർട്ട് 1 സെക്ഷനാണ് കണ്ടേക്കുന്നത്. ഇതിൻ്റെ പാർട്ട് സെക്കൻഡ് ഉണ്ട്, നെക്സ്റ്റ് പാർട്ട് വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളും നെക്സ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ് അടിച്ച് ഓരോ ക്ലാസ്സുകളും കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റിലോ ഞങ്ങൾക്ക് FB വഴിയോ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോഴ്സിൽ എൻറോൾ ചെയ്യേണ്ടത്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റോ സജഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കിങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ. അതിനുശേഷം ക്ലാസ്സുകൾ നിങ്ങൾക്ക് റേറ്റ്, റിവ്യൂ ആൻഡ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും റിവ്യൂ 5 റേറ്റിംഗ്സ് ഒക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് റേറ്റിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ റേറ്റ് എന്ന ബട്ടൺ ഈ 5 സ്റ്റാറിൽ നിൽക്കുക. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം ലോഗിൻ ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾ Unacademyയുടെ ആപ്പ് വഴിയാണ് കയറുന്നതെങ്കിൽ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇത്രയും പ്രോസസ്സ് ഇല്ല. ജസ്റ്റ് Unacademy എന്ന ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സെർച്ച് ബട്ടൺ കാണും. ഇതേപോലെ സെർച്ച് ബട്ടൺ, അതിൽ എൻ്റെ പേര് അടിച്ചു കൊടുക്കുക. ആഷ്ന ഷാജി എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ എൻ്റെ പേര് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ എൻ്റെ പ്രൊഫൈൽ വരും. കോഴ്സുകളിൽ
വീണ്ടും എൻ്റെ പ്രൊഫൈൽ ഞാൻ പറഞ്ഞല്ലോ എന്നെ ഫോളോ ചെയ്യുക. ഇതാണ്. അപ്പോൾ നിങ്ങൾ ആപ്പ് വഴി കയറുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ കാണാം, റെക്കമെൻഡ് ചെയ്യാം, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ആപ്പ് വഴി ചെയ്യുമ്പോൾ ഒരു എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ ക്ലാസ്സുകൾ ആഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് മൊബൈലിൽ ലഭ്യമാകും. ഇന്ന ആൾ ഇന്ന ക്ലാസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരും. അപ്പോൾ കോഴ്സിൽ എൻറോൾ ചെയ്ത് ഫോളോ ചെയ്തെങ്കിൽ മാത്രമാണ് ഈ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇൻ കേസ് ഇപ്പോൾ ആപ്പ് വഴിയല്ല, നിങ്ങൾ ഡയറക്റ്റ് ലിങ്ക് വെച്ചിട്ടാണ് കയറണമെങ്കിൽ പോലും നോട്ടിഫിക്കേഷൻസ് ലഭിക്കണമെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഇതേപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കണമെങ്കിൽ ആദ്യം GK World and PSC സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ജൂൺ 1 മുതൽ കമ്പനി ബോർഡിൻ്റെ ക്രാഷ് കോഴ്സ് 9 ഡേ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് Unacademy എന്ന ആപ്പിലൂടെ ജൂൺ 1 മുതൽ ലഭ്യമാണ്. ഇന്ന് മുതൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാളെ അത് പബ്ലിഷ് ആവും. അപ്പോൾ പ്ലീസ് ഡു കീപ് സപ്പോർട്ട് മീ. താങ്ക് യു.